കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना. हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी. और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है. 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है. वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी. यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है. ये हमारी मां है, हमें उस मां को भी बचाना है. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ, പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും.
ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി നമുക്ക് കറിവേപ്പ് കൃഷിയിലെ കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാം. വീട്ടമ്മമാർ വളരെ കരുതലോടെ വളർത്തുന്ന കറിവേപ്പ് നമ്മുടെ നിത്യഭക്ഷണത്തിന്റെ അഭിവാജ്യ ഘടകമാണ്. നഗരങ്ങളിലെ ടെറസ് കെട്ടിടങ്ങളിലും വിദേശ മലയാളികൾ അവരുടെ വാസസ്ഥലങ്ങളിലും ഒരു കറിവേപ്പെങ്കിലും നട്ടുവളർത്താൻ പരിശ്രമിക്കുന്നു. പോഷക സമ്പുഷ്ടമായ കറിവേപ്പില ആരോഗ്യ പരിപാലനത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. മറ്റേത് ചെടി പോലെ കറിവേപ്പിലും കീടാക്രമണം കണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ കൂടുതലായി കാണുന്ന കറിവേപ്പിലെ കീടങ്ങളും അവയെ നിയന്ത്രിക്കാനുള്ള ജൈവ മാർഗങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. 1. നാരകക്കാളി. ഈ വിഭാഗത്തിൽപ്പെടുന്ന ശലഭങ്ങൾ പ്രധാനമായും നാരകങ്ങളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് നാരകക്കാളി എന്ന് വിളിക്കുന്നത്. ഇളം ഇലകളുടെയും ചിനപ്പ് പൊട്ടലിന്റെയും മുകൾ പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള മുട്ടകൾ ഇവയിടുന്നു. പുതുതായി വിരിഞ്ഞ പുഴുക്കൾക്ക് കടം തവിട്ട് നിറമായിരിക്കും. വളരുന്നതിനനുസരിച്ച് ക്രമരഹിതമായ വെളുത്ത അടയാളങ്ങൾ ഉണ്ടാകുന്നത് മൂലം ഇവ പക്ഷിക്കാഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ആൺ പെൺ ശലഭങ്ങൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺ ശലഭങ്ങൾക്ക് കറുത്ത ചിറകുകളാണ് ഉണ്ടാവുക. മുൻചിറകിൽ അരികുകളിലായി വെള്ളപ്പൊട്ടുകൾ കാണാം. പിൻചിറകുകളുടെ മധ്യഭാഗത്തിലായി 4-5 വെളുത്ത പൊട്ടുകൾ ഉണ്ട്. പിൻചിറകുകൾ രണ്ടിലും നീലൻ വാലുകളും ഉണ്ട്. പെൺശലഭങ്ങൾ 3 വ്യത്യസ്ത നിറങ്ങളിലാണ് കണ്ടുവരുന്നത്. ആൺശലഭത്തിന്റെ നിറത്തോടുകൂടിയവ പിൻചിറകുകളിൽ നീണ്ട വെളുപ്പും ചുവപ്പും അടയാളമുള്ളവ, പിൻചിറകുകളിൽ വെളുപ്പും കടും ചുവപ്പും ധാരാളം പാടുകളോടുകൂടിയവ. പുഴുക്കൽ ഇലകൾ ആർത്തിയോട് ഭക്ഷിക്കും. അവയുടെ ആക്രമണം രൂക്ഷമാവുമ്പോൾ ഇലകളിൽ മധ്യസിര മാത്രം അവശേഷിക്കുന്നു. രണ്ടാമത്തേത് ഇലതുള്ളൽ. വേനൽക്കാലത്ത് കറിവേപ്പിലയിൽ കാണപ്പെടുന്ന ഒരു പ്രധാന കീടമാണിത്. പ്രാണികൾ വളരെ ചെറുതാണ്. അവയുടെ ശരീരം തവിട്ട് നിറമുള്ളതാണ്. നിംഫുകൾ ചെറുതും മഞ്ഞ നിറം കളർന്നവയുമാണ്. ഇളം തണ്ടിലും ഇലകളിലും അവ കൂട്ടം കൂടിയിരിക്കുന്നതായി കാണാം. നിംഫുകൾ സംരക്ഷണത്തിനായി ഒരു വെളുത്ത മെഴുകാവരണം സ്രവിക്കുന്നു. പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവയുടെ പുറമെ ഉറുമ്പുകളും കാണാം. ഉറുമ്പുകൾ ഇവ സ്രവിക്കുന്ന നീരുകൾ ഭക്ഷിക്കുന്നു. കറിവേപ്പിലയുടെ ഇളം തണ്ടുകളിൽ ഇവ നീരൊറ്റി കുടിക്കുന്നതായി കണ്ടുവരുന്നു. ഇത് കാരണം ഇലകൾ മഞ്ഞ നിറമാവുകയും അവയുടെ വളർച്ച മുരടിച്ചു പോകുന്നതായും കാണപ്പെടുന്നു. മൂന്നാമത്
മണ്ടരി. കേരളത്തിൽ വളരുന്ന കരിവേപ്പുകളിൽ ഇപ്പോൾ പ്രധാനമായി കണ്ടുവരുന്ന ഒരു കീടമാണിത്. ഇളം മഞ്ഞ നിറത്തിലുള്ള ചിലന്തി വിഭാഗത്തിൽപ്പെട്ട മണ്ടരികൾ ഇലകളുടെ താഴ്ഭാഗത്തായി കാണപ്പെടുന്നു. നഗ്നനേത്രങ്ങളാൽ ഇവയെ കാണുവാൻ പ്രയാസമാണ്. ഇവയുടെ ആക്രമണത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഇലകളുടെ മുകൾ ഭാഗത്ത് ചെറിയ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നു. പിന്നീട് ആക്രമണം രൂക്ഷമാവുമ്പോൾ അവ ചാരനിറത്തിലുള്ള പുള്ളികളായി ഇലകളെ പൂർണ്ണമായും മൂടുന്നു. ചെടികൾ കാഴ്ചയിൽ ദീനമായി കാണപ്പെടുകയും അതിന്റെ പ്രകാശ സംശ്ലേഷണ ശേഷി തടസ്സപ്പെടുകയും ചെയ്യുന്നു. 4. ആമവണ്ട്. ഈയിടെയായി കറിവേപ്പിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു വണ്ടാണിവ. വണ്ടുകൾക്ക് ആമയുടെ സാമ്യമുള്ള അർദ്ധഗോളാകൃതിയും അവയുടെ മേൽ വെളുത്ത മെഴുക് പൂശവും ഉണ്ട്. ഇലകളുടെ അടിഭാഗത്തായി ഇവ തവിട്ട് നിറത്തിലുള്ള മുട്ടകൾ ഇടും. മുട്ടകൾ വിരിഞ്ഞ് വരുന്ന പുഴുക്കൾക്ക് പരന്ന ശരീരവും പച്ച കലർന്ന കറുപ്പ് നിറവുമാണുള്ളത്. ഇവ ഇലകളുടെ താഴ്ഭാഗത്തായി കൂട്ടം കൂടിയിരുന്ന് ഇലയുടെ പുറംതൊലി ചുരണ്ടി കഴിക്കുകയും അത് കാരണം ഇലകൾ നേർത്ത കടലാസ് പോലാവുകയും ചെയ്യുന്നു. വണ്ടുകൾ ഇലകൾ മുഴുവനായും ഭക്ഷിക്കുന്നതിലൂടെ കൂടുതൽ വിപുലമായി കേടുപാടുകൾ കാണിക്കുന്നു. രൂക്ഷമായ ആക്രമണം കാരണം മഞ്ഞ നിറവും ഇലപ്പൊഴിച്ചിലും ഉണ്ടാകുന്നു. 5. ഇലചുരുട്ടിപ്പുഴു. മഴക്കാലം കഴിഞ്ഞാലുടൻ കറിവേപ്പിൽ ഇവയുടെ ആക്രമണം പ്രതീക്ഷിക്കാം. തവിട്ടും ചാരവും കലർന്ന നിറത്തിലുള്ള നിശാശലഭങ്ങൾ ഇളം ഇലകളിൽ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന പുഴുക്കൾക്ക് കറുത്തുരുണ്ട തലയും ഇളം പച്ച നിറത്തിലുള്ള ശരീരവും ആണുള്ളത്. ഇവ ഇലകൾ കൂട്ടിക്കെട്ടി അതിന്റെ ഉള്ളിലിരുന്ന് അവ ഭക്ഷിക്കുന്നു. കീടബാധയേറ്റ ചെടികളുടെ അഗ്രഭാഗത്ത് ഇലകൾ ചുരുണ്ടിരിക്കുന്നതായി കാണാം. കറിവേപ്പ് പൂക്കുന്ന സമയത്ത് ഇവ പൂക്കൾക്കുള്ളിൽ പ്രവേശിച്ച് അവ ഭക്ഷിക്കുന്നു. ഇത് ഈ വിളയുടെ വിത്തുൽപാദനത്തെ സാരമായി ബാധിക്കുന്നു. 6. ശൽക്കകീടം. കറിവേപ്പിൽ കേരളത്തിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കീടമാണിത്. മഞ്ഞുപോലെ വെളുത്ത നിറമുള്ള ഇവ സാധാരണയായി കൂട്ടം കൂടി കറിവേപ്പിന്റെ ഇലകളിലും തണ്ടുകളിലും ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നു. കറിവേപ്പിൻ തൈകളാണ് കൂടുതലും ഈ കീടത്തിന്റെ ആക്രമണത്തിനിരയാവുന്നത്. രൂക്ഷമായ ആക്രമണം തൈകളുടെ വീര്യം കുറയ്ക്കുകയും അവ ക്രമേണ നശിച്ചു പോകുന്നതായും കാണപ്പെടുന്നു. അടുത്തതായി ഇവയുടെയെല്ലാം നിയന്ത്രണ മാർഗങ്ങൾ. മെയ് ജൂൺ മാസങ്ങളിൽ മഴയ്ക്ക് മുമ്പായി കറിവേപ്പ് നടാവുന്നതാണ്. നടാൻ നല്ല നീർവാഴ്ചയുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കണം. ചെടിയൊന്നിന് 10 കിലോഗ്രാം ജൈവവളം വർഷത്തിലൊരിക്കൽ നൽകണം. യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ് അഥവാ ഫാക്ടം ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 130 ഗ്രാം, 400 ഗ്രാം, 66 ഗ്രാം എന്ന തോതിൽ വർഷത്തിലൊരിക്കൽ നൽകാവുന്നതാണ്. ധാരാളമായി വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇവയ്ക്ക് അധികമായി വെള്ളം നൽകണം. നീരുറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വേപ്പിണ്ണ വെളുത്തുള്ളി മിശ്രിതം അഥവാ KU രക്ഷ 10 ഗ്രാം 1 ലിറ്റർ അല്ലെങ്കിൽ മിത്രക്കുമിളായ ലക്കാനസീലിയം ലക്കാനി 20 ഗ്രാം 1 ലിറ്റർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ മിനറൽ ഓയിൽ 25 ml 1 ലിറ്റർ 2 ആഴ്ച ഇടവിട്ട് ചെടികളിൽ തളിക്കാവുന്നതാണ്. നാരകക്കാളി ശലഭപ്പുഴുക്കളെയും ഇലച്ചുരുട്ടിപ്പുഴുക്കളെയും ആമവണ്ടിനെയും തുരത്താൻ മിത്രക്കുമിളായ ബുവേറിയ ബാസിയാന 20 ഗ്രാം per ലിറ്റർ കണക്കിലാക്കി തളിക്കാവുന്നതാണ്. ഇതുകൂടാതെ കറിവേപ്പിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കുവാനായി സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം per ലിറ്റർ കലക്കി 2 ആഴ്ചയിൽ ഒരിക്കൽ ഇലകളിൽ തളിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വിള സമ്പ്രദായത്തിൽ പയർവർഗ്ഗങ്ങളുടെ പ്രത്യേക റോളുകൾ. പരിസ്ഥിതി സുസ്ഥിരത. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് തെളിയിച്ചത് പൾസസ് ഉൾപ്പെടുന്ന കൃഷി സമ്പ്രദായങ്ങൾക്ക് മണ്ണിൽ കാർബൺ ശേഖരണ സാധ്യത കൂടുതലാണെന്നാണ്. പ്രോട്ടീന്റെ ഒട്ടുമിക്ക മൃഗസ്രോതസ്സുകളെക്കാളും ഉൽപാദനത്തിൽ പയറുവർഗ്ഗങ്ങൾക്ക് കാർബൺ കാൽപ്പാടുകൾ കുറവാണ്. 1 കിലോഗ്രാം പയർവർഗ്ഗങ്ങൾ 0.5 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായ അളവിൽ പുറപ്പെടുവിക്കുന്നു. അതേസമയം 1 കിലോ ബീഫ് 9.5 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. ഉയർന്ന ഭക്ഷണ പരിവർത്തന അനുപാതം കാരണം കാലിത്തീറ്റയിലെ പയർവർഗ്ഗങ്ങൾ റുമിനന്റുകളിൽ നിന്നുള്ള മീഥേൻ ഉൽപാദനം കുറയ്ക്കുന്നു. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പയർവർഗ്ഗങ്ങൾക്ക് കുറഞ്ഞ വെള്ളത്തിന്റെ അളവുകൾ മതി. 1 ഗ്രാം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും മണ്ണിൽ അവശേഷിക്കുന്ന ഈർപ്പം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനുമായി പയർവർഗ്ഗങ്ങൾ 19 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. പയർവർഗ്ഗങ്ങളുടെ ഹ്രസ്വകാല ആയുസ് വ്യത്യസ്ത വിള സമ്പ്രദായങ്ങളിൽ നന്നായി യോജിക്കാൻ സഹായിക്കുന്നു. വെളിച്ചം, വെള്ളം, പോഷകങ്ങൾ എന്നിവയുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന് കാരണമാകുന്നു. വിളവ് മെച്ചപ്പെടുത്തുന്നു. വിളനാശത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. CN അനുപാതം, സെല്ലുലോസ്, ലിഗ്നിൻ ഉള്ളടക്കം, റൂട്ട് എക്സ്ഡേറ്റുകൾ,
ഇവ കാരണം പൾസസ് ഉൾപ്പെടുത്തിയ സിസ്റ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നിരീക്ഷിക്കപ്പെട്ടു. നൈട്രജൻ ഫിക്സേഷൻ പ്രതിപ്രവർത്തനത്തിന്റെ ഉപോൽപ്പന്നമായി പയർവർഗ്ഗങ്ങൾ ഹൈഡ്രജൻ വാതകം മണ്ണിലേക്ക് വിടുന്നത് എയറോബിക്, ഓട്ടോട്രോഫിക് മൈക്രോഫ്ലോറ എന്നിവയെ സമ്പുഷ്ടമാക്കുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ സുസ്ഥിരത. പാവപ്പെട്ടവർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭിക്കുന്ന പ്രോട്ടീനും ധാതുക്കളുമാണ് പയർവർഗ്ഗങ്ങൾ. അവർക്ക് കുറഞ്ഞ ഭക്ഷണം പാഴാക്കുന്ന കാൽപ്പാടുകൾ ഉണ്ട്. അതായത് പയർവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം പാഴാക്കലിന്റെ അനുപാതം കുറവാണ്. പയറുവർഗ്ഗങ്ങൾ ദീർഘകാലത്തേക്ക് പോഷകമൂല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. പയറുവർഗ്ഗങ്ങളിൽ ധാന്യങ്ങളെക്കാൾ ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് സസ്യാഹാരികൾക്ക് അനുയോജ്യമാക്കുന്നു. ദൈനംദിന പോഷകാഹാര ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനുള്ള മികച്ച പൂരക ഭക്ഷണമാണ് പയറുവർഗ്ഗങ്ങൾ. മാത്രമല്ല സസ്യാഹാരത്തെക്കാൾ സസ്യാഹാരത്തോടുള്ള ബോധവൽക്കരണം പയറുവർഗ്ഗങ്ങൾക്ക് കൂടുതൽ മൂല്യമുള്ളതാക്കുന്നു. കുറഞ്ഞ തൊഴിലാളികളുടെ ആവശ്യം കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനാകും. നിരക്ഷരരായ കർഷകർക്ക് സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം, അധ്വാനത്തിന്റെ അന്തസ് എന്നിവയുടെ ഉപകരണമായി പ്രവർത്തിക്കാനും കഴിയും. പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് അധിക ലാഭവും കുറഞ്ഞ കൃഷി ചെലവും തുടർന്നുള്ള വിളകളുടെ ഉയർന്ന വിളവും ഉറപ്പാക്കുന്നു. പട്ടിണി ഇല്ലാതാക്കാനും ഭക്ഷ്യസുരക്ഷ നൽകാനുമുള്ള സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ അവസരം പയറുവർഗ്ഗങ്ങൾക്കാണുള്ളത്. ഏറ്റവും കാര്യക്ഷമമായ പ്രാഥമിക പ്രോട്ടീൻ ഉൽപാദകരാണ് പയറുവർഗ്ഗങ്ങൾ. അതിനാൽ ഉപഭോഗത്തിലും ഉത്പാദനത്തിലും അവർ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നു. പയറുവർഗ്ഗങ്ങൾ മനുഷ്യർക്കും മണ്ണിനും ഭൂമിക്കും നല്ലതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നു
വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു.
ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത്
ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FACT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FACT കാർഷികം.